ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ക്രാബിയിലാണ് ഉള്ളത്. ക്രാബിയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ എമറാൾഡ് പൂൾ കാണാൻ പോകാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് 70 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടി റെൻ്റ് എടുത്തിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ സ്കൂട്ടി റെൻ്റ് വന്നിരിക്കുന്നത് 250 ബാത്ത് മുതൽ 450 ബാത്ത് വരെയാണ്. അപ്പോൾ ഇത് പ്രസ്റ്റീജിൻ്റെ സ്കൂപ്പി എന്ന് പറഞ്ഞൊരു സ്കൂട്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. കണ്ടോ, ഹെൽമെറ്റൊക്കെ നല്ല രസമുണ്ട്. തൊപ്പി കണക്കുള്ള ഹെൽമെറ്റാണ്. ഇവിടെ ഒരാൾക്ക് മാത്രം ഹെൽമെറ്റ് വെച്ചാൽ മതി. പിന്നെ ഞങ്ങളിപ്പോൾ 2 പേർക്കും കൂടെ എടുത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കാർ റെൻ്റ് എടുത്തിട്ട് പോകുന്നുണ്ട്. കാറിനാണെങ്കിൽ 1000 ബാത്താണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പെട്രോൾ അടിക്കുന്ന കണക്കല്ല. ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഒരു ചെറിയ സാധനം ഉണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് പൈസ ഇട്ടിട്ട് നമുക്ക് പെട്രോൾ അടിക്കണം. അങ്ങനത്തെ സിസ്റ്റമാണ് കേട്ടോ. പെട്രോളിനൊക്കെ ഇവിടെ റേറ്റ് ഒക്കെ കുറവാണ്. എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ 100 ബാത്ത് അതിനകത്തിട്ടു. അപ്പോൾ അതിനനുസരിച്ച് ഇതേ പെട്രോൾ ഇതിനകത്ത് വീഴും. പിന്നെ ഇവിടെ പെട്രോൾ എന്നല്ല കേട്ടോ പറയുന്നത്, ഗ്യാസ് ഓയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും പെട്രോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയാൻ പാടില്ല എന്ന് പറയും. പിന്നെ ഞങ്ങളൊരു കടയിലൊക്കെ ചോദിച്ചപ്പോഴത്തേനും അവിടുത്തെ ഒരു ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. തായ്ലൻഡിൻ്റെ ഉൾപ്രദേശത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേനും കൂടുതൽ കാണുന്നത് എണ്ണപ്പനകളാണ് കേട്ടോ. റോഡിൻ്റെ 2 സൈഡും ഒത്തിരി എണ്ണപ്പന ഉണ്ടാവും. 2022 കണക്ക് പ്രകാരം തായ്ലൻഡ് ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസിൽ ഒരെണ്ണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മൗണ്ടൻസ് ആണ്. ഇവിടെ ഹോട്ട് സ്പ്രിങ്ങും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു ഹോട്ട് സ്പ്രിങ്ങിലോട്ട് കയറി പോകുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ നമ്മൾ എമറാൾഡ് പൂളിൽ എത്തി കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒരു 7-Eleven നിർത്തിയായിരുന്നു. എന്നിട്ടൊരു ചോക്ലേറ്റ് ഡ്രിങ്കും പിന്നെ പിക്കിൾ മാംഗോയും മേടിച്ചായിരുന്നു. ഇതിനെത്ര 13 ബാത്തും പിന്നെ ഇതിന് 27 ബാത്തും കണ്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഉപ്പിലിട്ട മാങ്ങയ്ക്കില്ലേ, അതേ കണക്കല്ല. ഇവർ മധുരമുള്ള എന്തോ സംഭവം കേട്ടോ ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോഴത്തേനും മധുരമാണ് ശരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപ്പും മുളകും വെച്ചല്ലേ കഴിക്കുക. ഇവർ പക്ഷേ പഞ്ചസാരയും ഉപ്പും മുളകും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്തൊരു സാധനത്തിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ ഡ്രിങ്ക് കുഴപ്പമില്ല, ഓവർ മധുരമല്ല, ചെറിയ രീതിക്ക് മധുരമുള്ളൂ. പിന്നെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത്. കാറിൽ കുറേ പേര് വന്നു. അപ്പോൾ കാറിന് ഇവിടെ പാർക്കിങ്ങിന് 40 ബാത്തും സ്കൂട്ടിക്ക് 15 ബാത്തുമാണ് കേട്ടോ കൊടുക്കേണ്ടത്. പിന്നെ ബസ്സിനൊക്കെ 100. ഇതാണ് കേട്ടോ എമറാൾഡ് പൂളിൻ്റെ എൻട്രൻസ്. ഇവിടെ ഫുഡും ഡ്രിങ്കും ഒന്നും അലൗഡ് അല്ല, സ്മോക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും എൻട്രൻസ് ഫീയൊന്നും ഇല്ലയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നോക്കട്ടെ ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ഐലൻഡ് വന്നിട്ട് ഇതുവരെ കരിക്ക് കുടിച്ചില്ല. അപ്പം ഇവിടെ 30 ബാത്തേ ഉള്ളൂ. നല്ല തണുപ്പിച്ചൊക്കെ തരും. അപ്പോൾ നമുക്ക് ഒരെണ്ണം കുടിച്ച് വെക്കാം കേട്ടോ. തണുപ്പിച്ചതാണെങ്കിൽ 50 ബാത്തും അല്ലാത്തതാണെങ്കിൽ 30 ബാത്തും ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കരിക്ക് കണക്കല്ല, ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. കൊള്ളാം. ഈ സാധനം ഇങ്ങനെ കടിച്ച് കഴിക്കാന്നുണ്ടോ അവർ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കട്ടിയുള്ള കരിക്ക് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ കണക്കുണ്ട്. ഇളം കരിക്കല്ല, കരിക്കും വെള്ളം കേട്ടോ. ഈ കരിക്കിനേക്കാളും ടേസ്റ്റ് കൂടുതൽ. 400 ബാത്ത് ഒരാൾക്ക്. പിന്നെ ഇവിടെ ബ്ലൂ പൂളുണ്ട്, എമറാൾഡ് പൂളുണ്ട്, ക്രിസ്റ്റൽ പൂളുണ്ട്. ഇവിടെ കൂടെ എമറാൾഡ് പൂൾ പോകുന്നുണ്ട്. അപ്പോൾ 1000 മീറ്റർ നടക്കണം. അതായത് ഏകദേശം 1 കിലോമീറ്ററോളം ഇതിനകത്തോട്ട് നടന്നാലേ നമ്മൾ എമറാൾഡ് പൂൾ എത്തുള്ളൂ. നമുക്ക് ഏതായാലും നോക്കാം. ഈ സൈഡിലൊക്കെ നല്ല രസമുണ്ട്. ചെറിയ അരുവിയൊക്കെ കണക്ക് മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. ഒരു കാടിനകത്തൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും. കണ്ട ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതേ കണക്കാണ് നമ്മൾ നടക്കുന്ന വഴി മൊത്തം. ഇനി നമുക്ക് 600 മീറ്റർ നടക്കാനുണ്ട്. എല്ലാ ആൾക്കാരും കുളിച്ചിട്ടൊക്കെ തിരിച്ചു വരുവാ. പക്ഷെ രാവിലെ വരേണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അബദ്ധം പറ്റിപ്പോയി. കാരണം ഇനി നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ. 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് 3 പൂളാണ് കാണേണ്ടത്. അത്രല്ല, ഈ പത കണക്കോ അങ്ങനെ എന്തോ സാധനം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ചില സമയത്ത് കാണുമ്പോൾ കല്ലാണെന്ന് തോന്നും, വെള്ളാരം കല്ല്. പക്ഷെ അതല്ല, എന്താണെന്നറിയാൻ മേല. പക്ഷെ കാണാൻ ഭംഗിയുണ്ട്. പൂളിനോട്ട് പോകുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള മീനൊക്കെ കിടപ്പുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ, ഗ്രീൻ ഇങ്ങനത്തെയൊക്കെയുള്ള കളർ വേരിയേഷനിലാണ് കിടക്കുന്നത്. അടിയിൽ മൊത്തം പായലാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചതായിരിക്കും എമറാൾഡ് പൂളെന്ന്. അങ്ങനെ ഞാൻ അപ്പുറത്തെ അവരുടെ ചോദിച്ചപ്പോഴേ പറഞ്ഞ് സ്ട്രെയിറ്റ് നടന്നാൽ മതി, അപ്പോഴത്തേനും നമുക്ക് എമറാൾഡ് പൂള് കാണാം. ഇതാണ് ആക്ച്വലി ക്രിസ്റ്റൽ പൂൾ കേട്ടോ. അത് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എമറാൾഡ് പൂളിന് പോകുന്ന വഴിക്ക് ആക്ച്വലി ക്രിസ്റ്റൽ പൂൾ. എമറാൾഡ് പൂൾ കഴിഞ്ഞിട്ട് 700 മീറ്റർ നടക്കുമ്പോഴത്തേനും നമുക്ക് ബ്ലൂ
പൂൾ കാണാം. ഇത് ക്രിസ്റ്റൽ പൂളാണ് കേട്ടോ. ഇതിനകത്ത് കിടക്കുന്ന മീനുകൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എമറാൾഡ് പൂൾ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്നാ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കും പോയി നോക്കാം, കുളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുളിക്കാം. ഇതാണ് കേട്ടോ എമറാൾഡ് പൂൾ. എമറാൾഡ് കളർ ആയതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത്. ഒത്തിരി ആൾക്കാർ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ മടി ഇതിനകത്തോട്ട് ഇറങ്ങാനേ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഇതിനേക്കാളും ഞങ്ങളുടെ ഹോട്ടലിൽ പൂളുണ്ടായിരുന്നു, അവിടെ നിന്ന് കുളിച്ചാൽ മതിയായിരുന്നു. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നമ്മൾ വരുന്ന വഴിയാണെങ്കിലും ഒക്കെ. പക്ഷെ കുളിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഇവിടെ നിന്ന് 700 മീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ പൂളിലൂടെ എത്തും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൂടെ എന്തായാലും പോയി കാണാം. വന്നതിന് ഇച്ചിരി വർത്താവണമല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എമറാൾഡ് പൂള് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് തിരിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ബ്ലൂ പൂളിലൂടെ പോവാം. എമറാൾഡ് പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രീം ഉണ്ട് കേട്ടോ, വാട്ടർ സ്ട്രീം. നല്ല രസമാണ്, നല്ല ക്രിസ്റ്റൽ കളറാണ് അതിന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പൂളിനേക്കാളും ഭയങ്കര നല്ല വൈബായിട്ട് തോന്നി ഇവിടെ. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് കുളിക്കാം. നമ്മളൊക്കെ വലുതായി പോയില്ലേ, അതുകൊണ്ട് ഇവിടെ ഒന്നും പറ്റത്തില്ല. ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മൂക്കും കുത്തി വീഴും, അങ്ങനത്തെ സ്ലിപ്പറിയാണ് അവിടെ. ഇവിടെ ഞാനൊരു ടെമ്പിൾ ഉണ്ട്, അതെന്താന്ന് നോക്കട്ടെ. ഇത് ഷ്രൈൻ ഓഫ് ഹെർമിറ്റ് ആണ് കേട്ടോ. നമ്മൾ ബ്ലൂ പൂളിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ളതാണ്. ഈ സൈഡിൽ ചെറിയൊരു പൂളുണ്ട്, പക്ഷെ അവിടെ സ്വിം ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഹെർമിറ്റ് ആരാന്ന് എനിക്കറിയത്തില്ല. ആനയും പുലിയും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓഫറിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് ഫാൻ്റെ ആണ്. ഏതായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ബ്ലൂ പൂളിലെത്തി കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ, ഇവിടെ വന്ന് നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റത്തില്ല, നോ സ്വിമ്മിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാ, മിക്കവാറും നമ്മൾ തിരിച്ചു പോയി ഹോട്ടലിലെ പൂളിൽ പോയി കുളിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. ഏതായാലും ബ്ലൂ പൂള് കാണാം, നമുക്ക് നോക്കാം. നല്ല ഭംഗിയുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കട്ടെ. എൻ്റെ അമ്മേ, നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും വന്നില്ല അല്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റായി പോയേനെ. ശരിക്കും പറഞ്ഞാൽ എന്താ പെയിൻറ് ചെയ്ത കണക്കുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിൽ ആ സ്കൈ ബ്ലൂ കളറൊക്കെ ഭയങ്കര നാച്ചുറൽ ഫിനിഷിൽ ഇങ്ങനെ വന്നേക്കുന്നത്. അതെന്താ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും സൂര്യൻ്റെ ലൈറ്റ് കൊണ്ടാണോ എന്നും അറിയത്തില്ല. എൻ്റെ അമ്മേ, നല്ല രസമുണ്ട്. ശരിക്കും ഇപ്പോഴാണ് എൻ്റെ ആ ഒരു റിഗ്രറ്റ് മാറി കിട്ടിയത്. കാരണം നമ്മൾ ക്രാബിൽ നിന്ന് അവിടെ അവനാങ് ബീച്ചിൽ നിന്ന് 71 കിലോമീറ്റർ സ്കൂട്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്നിട്ട് 400 ബാത്ത് എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്ത് ഞാൻ വിചാരിച്ചു ഭയങ്കര നഷ്ടമായിരിക്കുന്നു. എന്നാൽ എമറാൾഡ് പൂളിൽ കുളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവിടെ അതും പറ്റിയില്ലല്ലോ. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ ശരിക്കും വന്നില്ല, എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ കേട്ടോ. എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ എന്തുമാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നേരിട്ടാണ് ഭയങ്കര രസമാണ്. ശരിക്കും നല്ല രസമുണ്ട്. എമറാൾഡ് പൂളിൽ കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അവിടെ കുളിച്ചിട്ട് ഞങ്ങൾ പോയേനേത്. എല്ലാം ഒരു നിമിത്തമായിട്ട് വന്നു ശരിക്കും. ബ്ലൂ പൂളിനകത്ത് ക്യുക്ക് സാൻഡാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ചവിട്ടിയാൽ തന്നെ ഇങ്ങനെ താഴ്ന്നു പോവും. ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ ക്യുക്ക് സാൻഡ്. അതേ കണക്ക് അതിലെ വാട്ടറിന് 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാകും കേട്ടോ. അപ്പം ഇച്ചിരി ഹോട്ട് വാട്ടറാണ് അതിനകത്തുള്ളത്. ഭയങ്കര ഡേഞ്ചറസ് ആണ് നമുക്ക് അതിനകത്ത് പോകുന്നത്. ബ്ലൂ പൂളിൻ്റെ അടുത്തായിട്ട് നമുക്ക് വാട്ടർ മേടിക്കാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുഞ്ഞു ബോട്ടിലിന് 15 ബാത്താണ് വരുന്നത്. നോക്കട്ടെ ബ്രോ 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 വാട്ടർ. Okay, one. Yeah. Okay. Bị bên vẫn luôn á. Nói rồiวันนี้làm của lão của cô anh. Thank you. തണുത്ത വെള്ളം കിട്ടത്തില്ല കേട്ടോ, നോർമൽ വാട്ടർ മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് നടക്കാം കേട്ടോ. ഇനി എമറാൾഡ് പൂൾ തിരക്കൊക്കെ കുറയുവാണെങ്കിൽ നോക്കാൻ പറ്റുവാണെങ്കിൽ ഇറങ്ങി കുളിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വരുന്ന വഴിക്ക് ക്രാബി ഹോട്ട് സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബോർഡ് കണ്ടു കേട്ടോ. അപ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അവിടെ കൂടെ കയറാം.
എമറാൾഡ് പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെ ഒരു സ്ട്രീം ഉണ്ട് ചെറിയ രീതിക്കുള്ള. അപ്പം അതിൻ്റെ അടുത്തായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഇത് ആ സൈഡിലാണ് പൂള് വരുന്നത്. ശരിക്കും എനിക്ക് പൂളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും ആൾക്കാരുള്ളത് കാരണം വല്ല അസുഖങ്ങളെങ്ങാനും വന്നാലോ, അതുകൊണ്ട് എനിക്കൊരു ധൈര്യം പോരാ ഇതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നൈസാ, അത് മതി. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ പൂളിൽ ഇറങ്ങാം. രാവിലെ ഞാൻ ഹോട്ടലിലെ പൂളിലാണ് കുളിച്ചതൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും എൻജോയ് ചെയ്യാമല്ലോ. ഇവിടെ ഫിൽറ്ററിങ്ങും കാര്യങ്ങളും ഇല്ല, നാച്ചുറലാണ് ഫുള്ളും. അപ്പം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് വിശ്വാസം പോരാ. ഹോട്ടലിലെ പൂളിലാണെങ്കിൽ നമുക്ക് ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ അതില്ലാത്ത കാരണം എനിക്കൊരു വേണ്ട എന്ന് ഞാൻ കരുതി. കാണാനൊക്കെ നൈസാണ്, പക്ഷെ ഓവർ ക്രൗഡ് ആയതുകൊണ്ട് കൊള്ളത്തില്ല കേട്ടോ. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളുവായിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നാണ്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് പോവാം. ഇനി സമയം ബാക്കിയുണ്ട്. വൈകിട്ട് 4:30 വരെ ഇവിടെ എങ്ങാണ്ട് സമയമുണ്ട്. നമുക്ക് ഇപ്പം 3:30-4 മണി ആവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്രാബിയിൽ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്നും പോവാം കേട്ടോ. ഒത്തിരി ദൂരമുണ്ട്, 70 കിലോമീറ്ററൊക്കെ ഓടിക്കാം വണ്ടി. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ സ്കൂട്ടി റെൻറ്റിനും എടുത്തുപോയി. ഏതായാലും പോവാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ക്രാബിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലോക്കൽ ചന്ത കണ്ടു കേട്ടോ. അത് അവിടെ ആയിട്ടാണ്. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല, ലോക്കൽസ് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ. നമ്മൾ ആ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണുന്ന സാധനമൊക്കെ ഇവിടെ 150 ബാത്തൊക്കെ ഉള്ളൂ. ഭയങ്കര ലാഭം. ഇവിടെ ഒരു അപ്പാപ്പനും അമ്മാമ്മയും കൂടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ഫ്രൂട്ട് കൈൻഡ് ഓഫ് സാധനം കണ്ടപ്പോഴത്തേനും ഞാൻ ചോദിച്ചത് എന്തുവാന്ന്, ഞാൻ കണ്ടിട്ടില്ല ആ സാധനം. അപ്പോൾ അപ്പാപ്പനാണെങ്കിൽ അതിലൊരെണ്ണം എടുത്തിട്ട് പിച്ചാത്തിയൊക്കെ എടുത്ത് പുറം തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നു കേട്ടോ. നമ്മുടെ തക്കാളിയുടെ ഉള്ളിൽ കുരുവില്ലേ, അതെനിക്ക് കുഞ്ഞു 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 കുരുവാ. കഴിച്ചപ്പോഴത്തേനും ഭയങ്കര പുളിയാണ് കേട്ടോ. നമുക്ക് അതൊരു ഫ്രൂട്ട് കൈൻഡ് ഓഫ് സാധനമാണ്. അവർ വല്ല കറിയിലിടുമോയെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര പുളി, എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല. ഞാനൊരു വെറൈറ്റി ഫ്രൂട്ട് കണ്ടു കേട്ടോ. നല്ല റെഡ് കളറാണ് ഇതിന്. ഈ വീഡിയോയിൽ കാണുന്ന കണക്കല്ല, സപ്പോട്ടയുടെ വേറൊരു വെറൈറ്റി. അതിൻ്റെ തൊലിയോടെ നമുക്ക് കഴിക്കാം. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. വിലയും കുറവാണ്, 60 ബാത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വിൽക്കുന്ന കണ്ടോട്ട്, 20 ബാത്ത്, 80 ബാത്ത്, ഭയങ്കര റേറ്റ് കുറവ്, 30 ബാത്ത്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ലോക്കൽ മാർക്കറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ജീവനുള്ള പുഴുക്കളും പിന്നെ തവളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ വെച്ചേക്കുന്നു. ഇതൊന്നും നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ടൂറിസ്റ്റ് ഒന്നും അങ്ങനെ എത്തിപ്പെടാത്തൊരു ഷോപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു പാഡ് തായും പിന്നെ ഒരു തായ് കോഫിയും കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇവിടെ വേറെ ഇംഗ്ലീഷിൽ ജസ്റ്റ് എഴുതിയിട്ട് പാഡ് തായിനെ കുറിച്ചൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇവിടെ പാഡ് തായ് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ തായ് കോഫി വന്നിട്ടുണ്ട്. നല്ല കോഫി കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഫിയുടെ ഒന്നും ടേസ്റ്റ് അല്ല, ചെറുതായിട്ട് നമ്മുടെ ടീയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എവിടെയോ വരുന്നുണ്ട്. എന്നാൽ കോഫിയുടെ ഉണ്ട്, ഇങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാഡ് തായ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചെറിയ പുളിയുണ്ട്, ഭയങ്കര ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിക്ക് ഇവർ സോസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതിനകത്ത് ചിക്കനും പ്രോൺസും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പീനട്ട് ഇങ്ങനെ പൊടിച്ചതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് വേണം നമുക്ക് കഴിക്കാനായിട്ട്. നോക്കട്ടെ, മിക്കവാറും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പാഴ്സൽ മേടിക്കുമായിരിക്കും. ഞാൻ പാഡ് തായ് പാഴ്സൽ മേടിച്ചിട്ടോ. ആദ്യത്തെ ബൈറ്റ് എനിക്ക് കുഴപ്പമില്ല, അത് കഴിക്കാമെന്ന് തോന്നി. പക്ഷേ ഇതിനകത്തിട്ടുന്ന പ്രോൺസിൽ നല്ലോണം കുക്ക് ചെയ്തിട്ടുമില്ല, അത് ഫ്രഷും അല്ല.
പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ബാക്കി പിള്ളേർക്ക് കൊടുക്കാം. എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഒന്ന് ഈ വായിന്ന് ടേസ്റ്റ് പോകാനായിട്ട് ഞാൻ ലെമൺ ടീ കൂടെ പറഞ്ഞു. ഇവിടുത്തെ തായ് കോഫി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ലെമൺ ടീ കൂടെ പറഞ്ഞു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും ആ ചേട്ടൻ. അപ്പോൾ അതുകൂടെ വന്നിട്ട് നമുക്കതുകൂടെ കുടിച്ചിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോകട്ടോ. ഹോട്ടലിലോട്ട് പോയിട്ട് നേരെ പോയി പൂളിൽ ചാടണമെന്ന് എൻ്റെ ആഗ്രഹം. പൂൾ ടൈം കഴിഞ്ഞോന്നും അറിയത്തില്ല, എന്നാലും നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പൂളിലൂടെ പോകണം. ഓക്കെ, ഇത് നമ്മുടെ ലെമൺ ടീ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല കുടിക്കാം. ഇപ്പം ഞാൻ ഔനാങ് നൈറ്റ് മാർക്കറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇവിടെ എന്തൊക്കെയാ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. നല്ല ഫുഡിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് തന്നെ ഞാൻ പാട്ടായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വണ്ടി നമുക്ക് റിട്ടേൺ കൊടുക്കണം. 11 മണിക്ക് അവർ ക്ലോസ് ചെയ്യും. ശരിക്കും നാളെ വരെ ഉണ്ട്, നമുക്ക് 24 hours ഉള്ളത്. പക്ഷെ നാളെ രാവിലെ ഞങ്ങൾ വേറൊരു കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ. അത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാവൽ ആയിരിക്കും. 24 hours നമ്മൾ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷമായിരിക്കും അവിടെ എത്തുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ പറയാം. അപ്പം ഇന്ന് 11 മണിക്ക് ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി കൊടുക്കണം. ഇപ്പോൾ സമയം 8:45 അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ നൈറ്റ് മാർക്കറ്റും പിന്നെ പറ്റുമെങ്കിൽ ബീച്ചിലും ഒക്കെ ഒന്ന് പോയിട്ട് ഈ രാത്രി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ നൈറ്റ് മാർക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ആഫ്രിക്കൻസ് ഒക്കെ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്യത്തില്ലേ, അപ്പോൾ അതേ കണക്കൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് 300 ബാത്ത. പിന്നെ ഇവിടെ മൊത്തം സുവനീഴ്സ് കടയൊക്കെയാണ് കേട്ടോ. പിന്നെ ബാഗൊക്കെ മേടിക്കാൻ പറ്റുന്ന കടയും ഇച്ചിരി കത്തി റേറ്റൊക്കെയാണ്, പക്ഷെ കുഴപ്പമില്ല, ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാമെന്ന് തോന്നുന്നു. ഡ്രസ്സും ബാഗും അങ്ങനെയൊക്കെയാണ് ഒത്തിരി ഉള്ളത്. ഇത് കൊള്ളാല്ലേ, കൊള്ളാല്ലേ. കണ്ടോ, ഇത് നമ്മുടെ ചിപ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് ഒറ്റ കാലിലൊക്കെ ഇടാൻ പറ്റുന്നില്ലേ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ, ആ സംഭവം. ഇനിയിപ്പോൾ ഇതേ കണക്കുള്ള ചിപ്പിയും കാര്യങ്ങളൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്തിട്ട് ഇതേ കണക്ക് സംഭവം ഉണ്ടാക്കുക കേട്ടോ. ഇവിടെ ഇതിന് 60 ബാത്തുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ ഒരു 170 രൂപയൊക്കെ കളയുന്നേ. കൊള്ളാം. ഇവിടെ അത് തന്നെ, പക്ഷെ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഡ്രൈഡ് ആയിട്ടുള്ള ദുര്യനും ദുര്യൻ ക്യാൻഡി, പിന്നെ നമ്മുടെ ബനാനയുടെ ഡ്രൈഡ് വേർഷനും ഒക്കെ ഉണ്ട് കേട്ടോ. ഈവൻ സ്ട്രോബെറി വരെ ഇവർ ഡ്രൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ദുര്യൻ പൾപ്പാണേ. ഇത് ഞാൻ 7-Eleven കണ്ടായിരുന്നു, ഇതിൻ്റെ ചെറുത്. ഇത് ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ ഡ്രൈഡ് ആക്കി വെച്ചേക്കുന്നേ. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ, ഡീഹൈഡ്രേറ്റർ വഴിയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇതിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ കളഞ്ഞിട്ട്. പിന്നെ ഇവിടെ തന്നെ ക്യാൻഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ. തായ് ട്രഡീഷണൽ ക്യാൻഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ലൈവ് ഫിഷ് കുറേ ഉണ്ട്, ലോബ്സ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അവരതിനെ കുക്ക് ചെയ്ത് തരും. പിന്നെ ഇവിടെ ഇതൊക്കെ ജ്യൂസസ് ആക്കി തരുന്നത് കേട്ടോ. പിന്നെ ദുര്യനുണ്ട്, ഇതാണ് ദുര്യൻ. നമുക്ക് ഹോട്ടൽസിലും ഫ്ലൈറ്റിലും ഒന്നും ഇത് അലൗഡ് അല്ല, കാരണം ഇത് ഭയങ്കര സ്മെല്ലാണ്. 300 ബാത്താണ് കേട്ടോ അത് ഈ ഒരു പീസിന്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഉണ്ട്. ഇതാണ് തായ്ലൻഡ് ജാമ്പ. ഇവിടെ സുഷി ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 10 ബാത്തേ ഉള്ളൂ. ഫസ്റ്റ് ഒരെണ്ണം കഴിച്ചു നോക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അടുത്തെടുക്കാം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. കഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിക്കൻ നഗറ്റ് വേണോ? Vale. Ah, bueno, luego es que no sé.
ഇവിടെയാണെങ്കിൽ ഒത്തിരി ഫുഡ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ദേ ഇവിടെയുണ്ട് സുഷി. അവിടെയാണെങ്കിൽ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഒത്തിരി പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നേരത്തെ ഇന്ത്യൻ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചാബി സോങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഫുഡിൻ്റെ സെക്ഷനാണ്. എൻ്റെ കൂടെ വന്ന ഒരുത്തിയാണെങ്കിൽ ഫുഡ് ട്രൈ ചെയ്യാൻ അവൾക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് കാരണം ഞാൻ സുഷിയൊക്കെ എങ്ങാണ്ടൊക്കെ ട്രൈ ചെയ്തേ ഉള്ളൂ. നോക്കട്ടെ, പറ്റുമെങ്കിൽ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വയറ് നിറയും, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ നടക്കത്തില്ല. നോക്കട്ടെ, എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന കണക്ക് 7-Eleven നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ മൊത്തം ഫുഡിൻ്റെ ഒരു ഏരിയ, ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഈ സുവനീഴ്സും ഡ്രസ്സൊക്കെ മേടിക്കാനും അങ്ങനത്തെ സ്ഥലങ്ങൾ. അങ്ങനെ ഓരോ സെക്ഷൻ ബേസിലാണ് ഇത് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് ശരിക്കും ഡാർക്ക് ആകുമ്പോഴത്തേനും അത് നൈറ്റൊക്കെ ആവത്തില്ലേ, അപ്പോഴത്തേനും ഗ്ലോ ചെയ്യുമെന്ന് അവർ പറയുന്നത്. നല്ല രസമുണ്ട്. 40 ബാത്ത് വരണം. 3 എടുക്കുവാണെങ്കിൽ നമുക്ക് 100 ബാത്തിന് 3 കിട്ടും. ഞാൻ തായ്ലൻഡിൽ വന്നത് മുതൽ നോക്കുന്ന സാധനം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫൈനലി ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. 2 മേടിച്ചു, ഒരു വൈറ്റും ഒരു ബ്ലാക്കും മേടിച്ചു. ഞാൻ കാണിച്ചത്. ഓ, അവർ പാക്ക് ചെയ്തൊക്കെ തന്നുണ്ടോ. പിന്നെ ഇവിടെ എനിക്ക് അല്ലാണ്ട് ഇഷ്ടമായതാട്ടോ, നമ്മുടെ ഈ ചിപ്പിത്തോടുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ആനക്കുട്ടിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് 70 ബാത്താ, അതിനും 70 ബാത്ത് എങ്ങാണ്ടാ തോന്നുന്നു ഒരെണ്ണത്തിന്. ചെറുതാണെങ്കിൽ പോലും ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. ഈ കൊച്ചിവിടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ കൊട്ടി പഠിക്കുന്നുമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊച്ചിൻ്റെ അമ്മയുടെ സ്റ്റോളൊക്കെ ആയിരിക്കും. ഇവിടെ കണ്ടോ, പാമ്പുണ്ട്, പല്ലിയുണ്ട്, ഇതെന്താ വവ്വാലുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക പേടിപ്പിക്കുന്ന ജീവികളുടെയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ അമ്മേ, എനിക്ക് ഈ കണ്ടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷനാണ് കേട്ടോ. ഗ്ലാസും ചിപ്പിയുടെ തോടില്ലേ, അതായത് ശംഖിൻ്റെ തോടൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ ആനക്കുട്ടി മേടിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇത് മേടിച്ചേനായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടം. ഇവിടുത്തെ കളക്ഷനൊക്കെ നല്ലതാണ്. അങ്ങനെ ഔനാൻ നൈറ്റ് മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. കുറച്ച് സുവനീഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടോർ ബൈക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പാസ്പോർട്ട് തിരിച്ച് മേടിച്ചിട്ട് നമുക്ക് 7-Eleven പോയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. കാരണം നമ്മൾ നാളെ ഒരു ലോങ് ട്രിപ്പ് പോവാം നമ്മൾ നാളെ. അപ്പോഴത്തേനും സ്നാക്സ് ഒന്നും ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ മേടിക്കണം. ചാർജ് ഇല്ല ഫോണിൽ, 7% ഉള്ളൂ. അപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ 7-Eleven എന്തൊക്കെ മേടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഞങ്ങളെ കൂടെയുള്ള ചില ആൾക്കാർക്ക് ഇന്ത്യൻ ഫുഡ് മാത്രമേ രാത്രി ഇറങ്ങുള്ളൂ കേട്ടോ. അതുകൊണ്ട് സ്ഥിരം ഇപ്പോൾ ഞങ്ങൾ രാത്രി ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ദ റോയൽ ഗ്രില്ല് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കീമ നാൻ ചിക്കൻ മേടിച്ചു കേട്ടോ. ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് അവർക്ക് റെഡിയാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങൾ 7-Eleven പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചത്. തൊട്ടപ്പുറത്തിന് 7-Eleven ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോകാം. നാളത്തേക്കുള്ള സ്നാക്സ് ആണ് കേട്ടോ ഇതൊക്കെ. 7-Eleven നിന്നാണ് മേടിച്ചത് ഞാൻ. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാളെ രാവിലെ മേടിക്കാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം അത് 24 hours വർക്കിങ്ങാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മേടിച്ചേക്കുന്നത്. നമ്മുടെ ഡിന്നർ നോക്കട്ടെ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല. ചട്നി അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല. ഒരു ഇത് സാധനം കൊള്ളാം.